തൃശൂരിൽ കളം നിറഞ്ഞ് ബി.ജെ.പി. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ നടക്കുകയാണ്. പൂതക്കുളം മുതൽ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് വരെ നടക്കുന്ന റോഡ് ഷോയിൽ നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എത്രത്തോളം ആവേശകരമാണ് ഈ പ്രചാരണം സുരേഷ് ഗോപിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിൽ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മനോജ് ഒപ്പം തന്നെയുണ്ടല്ലോ, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, വളരെ വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ് ഈ ഒരു റോഡ് ഷോയിൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇരിങ്ങാലക്കുട ഈ ബസ് സ്റ്റാൻഡിന് സമീപം എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ മികച്ച ഒരു സ്വീകരണം തന്നെയാണ് ഇരിങ്ങാലക്കുട മണ്ഡലം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പല ഭാഗത്തും അദ്ദേഹം ഇത്തരത്തിൽ സന്ദർശനം നടന്നിരുന്നു. രാവിലെ മുതൽ ആരംഭിച്ച സന്ദർശനം വൈകിട്ട് റോഡ് ഷോ കഴിഞ്ഞ് ഇനിയും പുരോഗമിക്കുകയാണ്. ഈ റോഡ് ഷോയിൽ ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ വളരെ വലിയ ജനത്തിരക്ക് തന്നെയാണ്, ജനസാഗരം തന്നെയാണ് ഇപ്പോൾ എത്തുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ ഒരു സമയം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ജനപിന്തുണ നമുക്കൊക്കെ തന്നെ കാണുവാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ തന്നെയാണ് ഓരോ മണ്ഡലങ്ങളും സന്ദർശനത്തിനെത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തിയ ആ ഒരു സമയം തന്നെ നമ്മൾ കണ്ടതാണ്. റെയിൽവേ സ്റ്റേഷനിലെ ഉൾപ്പെടെ നിരവധി അനേകായിരം ആൾക്കാരാണ് ഒരുക്കിയെത്തിയത്. അതുപോലെ തന്നെയാണ് ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാണ്. നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ഇരിങ്ങാലക്കുട ഭൂതംകുളത്ത് നിന്നും ആരംഭിച്ച ഈ റോഡ് ഷോ ഇപ്പോൾ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാവിലെ മുതൽ ഇവിടെ നിന്ന് തന്നെയാണ് ഈ പര്യടനം ആരംഭിച്ചത്. രാവിലെ കൂടൽമാണിക്യപ്പന്റെ മുന്നിൽ നിന്നും തൊഴുതു പടങ്ങിയ ശേഷമാണ് അദ്ദേഹം കത്തീഡ്രൽ പള്ളിയിലും അതോടൊപ്പം തന്നെ ജുമാ മസ്ജിദിലും ഒക്കെ സന്ദർശനം നടത്തി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ്. നിരവധി ജനങ്ങളെ അദ്ദേഹം കണ്ടു. ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സഹകാരികൾ ചതിക്കപ്പെട്ട, അതായത് കരുവന്നൂർ ബാങ്കിനെ കുറിച്ചെല്ലാം തന്നെ നമുക്കറിയാം. സഹകാരികളെ കൊള്ള നടത്തിയ CPM നടത്തിയ കൊള്ളയൊക്കെ ആ ഒരു പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി നേരത്തെ ഇവിടെ എത്തി സഹകാരികളെ ഒന്നിച്ചുകൂട്ടി ഒരു പദയാത്ര നടത്തിയത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഈ ജനങ്ങൾക്കിടയിലേക്ക് തന്നെ എത്തുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ഓരോ സന്ദർശനത്തിലും നമ്മൾ കാണുന്നത് പോലെ തന്നെ നിരവധി ആളുകൾ തന്നെ, പൊതുജനങ്ങളാണ് ഏറ്റവും കൂടുതലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെയൊക്കെ തന്നെ കാരണം ഈ തൃശ്ശൂരിന് വികസനം വേണമെന്നത് തന്നെയാണ്. അദ്ദേഹം പര്യടനത്തിനായി അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ജനങ്ങളോട് അദ്ദേഹം ചർച്ച ചെയ്യുന്നതും അത് തന്നെയാണ്. തീർച്ചയായും ഒരു വികസനം വേണം. ആ വികസനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ജനങ്ങളുടെ അരികിലേക്ക് അദ്ദേഹം എത്തുന്നത്. എന്തായാലും ഇപ്പോഴും റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തൃശ്ശൂരിലെ വലിയ ഒരു ഇലക്ഷൻ ടൂറിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ വലിയ ആവേശം തന്നെയാണ് BJP പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ മറ്റ് പൊതുജനങ്ങൾക്കും ഉള്ളത്. കാരണം ഈ തൃശ്ശൂരിന്റെ വികസനത്തിനായി സുരേഷ് ഗോപി ജയിക്കണമെന്നുള്ള ആവശ്യം അത് ഇവിടെയുള്ള പൊതുജനങ്ങളും മുന്നോട്ട് വെക്കുന്നത്. അത് സുരേഷ് ഗോപിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെയുള്ള വികസനം വരണമെങ്കിൽ സുരേഷ് ഗോപി വരണം എന്നുള്ള കാര്യം തന്നെയാണ് തൃശ്ശൂരിലെ പൊതുജനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നമ്മളെല്ലാം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി പേരാണ്. ഈ പദയാത്ര വളരെയധികം ആവേശകരമായിട്ടുള്ള പദയാത്ര, ഈ ഒരു റോഡ് ഷോ തന്നെയാണ്. എന്തായാലും ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ ഇപ്രാവശ്യം വിജയിപ്പിച്ചിരിക്കും 100%. ഞങ്ങൾ വിജയിപ്പിക്കും. നല്ലൊരു മനുഷ്യനെ അധികാരത്തിൽ ഏറ്റണം. ഞങ്ങൾക്ക് നല്ലൊരു കേന്ദ്രമന്ത്രി വരണം തൃശ്ശൂരിന്, ഉറപ്പായിട്ടും. കേന്ദ്രമന്ത്രി വരണമെന്നാണ് അതന്നെ ആഗ്രഹം തന്നെയാണ് അദ്ദേഹത്തിന്. നേരത്തെ തന്നെ അദ്ദേഹം പല മേഖലയിലും സന്ദർശനം നടത്തി. അപ്പോൾ വലിയ തരത്തിലുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്കിലടക്കം ഒരു കൊള്ള നടന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം നേരത്തെ ഒരു പദയാത്ര നടത്തി, അതൊക്കെ വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. വീണ്ടും ഒരു റോഡ് ഷോയും കൂടെ എത്തുകയാണ്. അപ്പോൾ പൊതുജന പങ്കാളിത്തം ഇതിൽ എത്രത്തോളം ഉണ്ട്? ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പൊതുജനം എത്രത്തോളം സുരേഷ് ഗോപിയെ സ്വീകരിച്ചിരിക്കുന്നു. ജയിച്ചു കഴിഞ്ഞു. തീർച്ചയായും അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളും പറയുന്നത്. നമുക്ക് തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്.
ഇവിടെ നിന്നും അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ വാഹനത്തിൽ നിന്നും തുറന്ന വാഹനത്തിൽ ആയിരുന്നു അവിടെ നിന്നും ഈ റോഡ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഈ റോഡ് ഷോയിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലുള്ള BJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ഈ ഒരു റോഡ് ഷോയിൽ അണിനിരക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിലെ വിവിധ മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയ സമയത്തൊക്കെ തന്നെ ഈ ഒരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് തീർച്ചയായും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് തന്നെ വരും. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടക്കുകയാണ്. പൂതംകുളം മുതൽ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് വരെയാണ് റോഡ് ഷോ നടക്കുന്നത്. നിരവധി പേർ പങ്കെടുക്കുന്നു. ഇപ്പോൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് റോഡ് ഷോ എത്തിയിരിക്കുന്നു. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്നു എന്നുള്ളതാണ് മനോജ തന്നുകൊണ്ടിരുന്ന വിവരങ്ങൾ. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്.